ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നും എല്ലാ പ്രാവശ്യത്തെയും പോലെ ഒരു വീക്കെൻഡ് തന്നെയാണ്. ആൻഡ് ഞങ്ങൾക്കിന്ന് രാവിലെ പള്ളിയിൽ പോകാൻ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ലേറ്റ് ആയതുകൊണ്ടും ഒക്കെ ക്യാൻസലായി. അടുത്ത ആഴ്ചത്തേക്ക് പോകണം. സോ വെൽക്കം ബാക്ക് ഓർ വെൽക്കം. അപ്പോൾ ഞാൻ രാവിലെ എണീറ്റു. എൻ്റെ യൂഷ്വൽ സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ഇന്ന് പാൻ കേക്കാണ്. ബൈ ദ വേ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഐ ഹാവ് സ്റ്റാർട്ടഡ് സംതിങ് ന്യൂ. 75 days ഹാർഡ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ ദെൻ ലേറ്റർ ഐ റിയലൈസ് ഞാൻ എന്നെ തന്നെ അങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞാൽ നിർത്തും. സോ അതിൽ പോയിൻ്റ് ഞാൻ കണ്ടില്ലേ. അതുകൊണ്ട് ഞാൻ ബിൽഡിങ് എ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്നുള്ളൊരു സാധനത്തിലേക്ക് മാറി. സ്റ്റിൽ അതിൽ പറയണ പോലത്തുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും ഫോളോ ചെയ്യുന്നത്. സോ രാവിലെ സ്ലർപ്പ് ഫാമിൻ്റെ മറ്റേ നാട്ടിലും കിട്ടുന്ന സംഭവമാണ്. അതിൻ്റെ ഒരു പാൻ കേക്ക് മിക്സ് ഉണ്ട്. അത് കുട്ടികൾക്ക് കൊടുക്കുന്ന ബ്രാൻഡാണ് ബൈ ദ വേ. പക്ഷേ അതിൻ്റെ കൂടെ 2 മുട്ട, ഒരു മുട്ട, സോ പ്രോട്ടീൻ ആൻഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഐ ക്യാൻ സീ എ ചേഞ്ച്. അതുപോലെ എല്ലാ ഈവനിങ്ങും വർക്കൗട്ട് ഉണ്ട്. ഇന്നലെ ചെയ്തില്ല, കാരണം 4 ദിവസം കണ്ടിന്യൂസ്ലി ചെയ്ത് 5ാമത്തെ ദിവസത്തേക്ക് ഇന്നലെ പുറത്തു പോകണമായിരുന്നു. കാരണം ഡെഫിനറ്റ്ലി അഡൽട്ടിങ് എൻ്റെ ബാങ്കിൻ്റെ എന്തോ ഇതായിരുന്നു. മറന്നു. ബാങ്കിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നു? ബാങ്ക് ബ്ലോക്കായി, ബാങ്ക് അക്കൗണ്ട് ബ്ലോക്കായി. അപ്പോൾ അത് ഞാൻ പിന്നെയാണ് അറിഞ്ഞത്. എൻ്റെ ബയോമെട്രിക് സംതിങ് ഞാൻ വന്ന സമയത്ത് ചെയ്തതാണ്. എന്താ പ്രശ്നം എന്നൊന്നും അറിയില്ല. അതിന് ഇന്നലെ പോകേണ്ട വന്നു. ഓഫീസ് കഴിഞ്ഞ് ഡയറക്റ്റ്ലി അങ്ങോട്ട് പോയി. ലൈഫ് ഹാപ്പൻഡ്. അപ്പോൾ അതെന്തായാലും കഴിഞ്ഞിട്ട് ഇന്നലെ വന്നപ്പോൾ രാത്രിയായി. അങ്ങനെ അപ്പോൾ ഓവറോൾ വലിയ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. വർക്കൗട്ട് ജിമ്മിൽ ജോയിൻ ചെയ്യാൻ ആക്ച്വലി അത്ര പോസിബിൾ അല്ല, കാരണം ഇവിടെ നിന്ന് നല്ല ദൂരമുണ്ട്. പിന്നെ ഇവിടെ നല്ല അടിപൊളി വെയിലാണ്. പിന്നെ അതുപോലെ ഓൺലൈൻ പരിപാടികളൊക്കെ വിചാരിച്ചു, ഇന്ത്യൻ ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ ദുബായിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തോന്നിയ റേറ്റൊക്കെയാണ് പറയുന്നത്. സോ അത്രയൊന്നും എന്നെ കൊണ്ട് ഇപ്പോൾ പറ്റില്ല. സോ അതുകൊണ്ട് തന്നെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. ഡംബലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കണം, കാരണം വെയിറ്റ് ട്രെയിനിങ്. കാരണം ഇഫ് യു നോ, ഞാൻ ലാസ്റ്റ് ഇയർ 20 kg അടുത്ത് കുറച്ചു. പക്ഷേ പിന്നെ ഉണ്ടായ പ്രോബ്ലം എന്ന് ഞാൻ പറയില്ല. പക്ഷേ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഇവിടെയൊക്കെ ഫാറ്റ് ഇതാവാൻ തുടങ്ങി. ടോണ്ടല്ല. അതുകൊണ്ട് അത് ടോൺ ചെയ്യണമെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്യണം. വെയിറ്റ് ട്രെയിനിങ് ചെയ്യണമെങ്കിൽ നമ്മൾ യൂഷ്വലി ജിമ്മിൽ പോകണം. അപ്പോൾ ഇപ്പോൾ എന്തായാലും ഞാൻ വർക്കൗട്ട് ഒരു റുട്ടീനാക്കി കഴിഞ്ഞാൽ അത് ചെയ്യണം. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി മന്തിൻ്റെതായ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇന്ന് എനിക്ക് പാപ്പ ജോൺസിൽ പോകണം. അപ്പോൾ അവിടെ പോയിട്ട് ചെറിയ വീഡിയോ പരിപാടി ഉണ്ട്. ആൻഡ് അത് കഴിഞ്ഞ് വേറെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഞാൻ രാവിലെ എണീറ്റ് കുറച്ച് കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഭയങ്കര കുക്കിംഗ് ഒന്നുമില്ല. എന്നാൽ ഐ മേക്ക് ഷുവർ എല്ലാ ദിവസവും ഞാൻ പ്രോട്ടീൻ കഴിക്കേണ്ടത്. കാരണം ഓഫീസിൽ റെഡി ടു അല്ല, നമുക്ക് അവിടെ പോയിട്ട് തന്നെ സാലഡ് ഉണ്ടാക്കുന്ന പരിപാടിയുണ്ട്. സോ അങ്ങനെ പ്രോട്ടീൻ കഴിക്കാം. കാരണം ഞാൻ നാട്ടിലുണ്ടായിരുന്നപ്പോൾ ഇതുപോലെ ഒരു പരിപാടി, കാലറി ഡെഫിസിറ്റ് തുടങ്ങിയ സമയത്ത് എന്നും പ്രോട്ടീൻ കഴിക്കാം, ചിക്കൻ ഉണ്ടാക്കണം, അങ്ങനെ എങ്ങനെയെന്നൊക്കെ കണ്ടാൽ ദ തിങ് ഈസ് നമ്മളെല്ലാം മേടിക്കണം. ഇവിടെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മളെല്ലാം മേടിക്കണം. പക്ഷേ അവിടെ പോയാൽ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഹോം ബോക്സിൽ നിന്ന് ബെഡ്ഷീറ്റും കംഫർട്ടറൊക്കെ മേടിച്ചു. ആൻഡ് ഹോം ബോക്സിൽ ഇറ്റ് ഈസ് പ്രിറ്റി ചീപ്പ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ ഇറ്റ് ഈസ് ചീപ്പ്. ഇറ്റ് ഈസ് ചീപ്പ്. അപ്പോൾ അതുകൊണ്ട് അവിടെ എന്തൊക്കെയോ സെയിലൊക്കെ ഇപ്പോഴും സെയിൽ തന്നെയാണ് അവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റിൽ സാധനങ്ങൾ കിട്ടി. അതൊന്നുമില്ല, ബെഡ്ഷീറ്റും മലയാളത്തിൽ പറഞ്ഞാൽ പുതപ്പും. അപ്പോൾ അത് അങ്ങനെയൊക്കെയാണ് എൻ്റെ ലൈഫ് ഇപ്പോൾ പോകുന്നത്. പിന്നെ ഈ വീഡിയോൻ്റെ കാര്യത്തിലായാലും ഞാൻ റീൽ എല്ലാ ദിവസവും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ചാലഞ്ച് തുടങ്ങിയത്. കാരണം അറ്റ്ലീസ്റ്റ് ഐ ഹാവ് സം കൈൻഡ് ഓഫ് ആ സാധനം ഒബ്ലിഗേഷൻ, ഐ ഡോണ്ട് നോ വാട്ട് ഇറ്റ് ഈസ്. ഞാൻ എപ്പോഴും ഓരോന്ന് സോണ്ട് ഔട്ടായിട്ട് എല്ലാം മറന്നു പോകാം. അപ്പോൾ അതെല്ലാ ദിവസവും നടക്കുന്നില്ല. കഴിഞ്ഞ ദിവസം എടുത്തു, പിന്നെ വീഡിയോ 3 ദിവസം കഴിഞ്ഞെടുത്തു, ഇന്നത്തെ ദിവസം എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം കോക്ടെയിൽ കണ്ടു, കുഴപ്പമില്ല. പിന്നെ ഞാൻ വേറൊരു മൂവി കണ്ടത്, വോയിസ് മെയിൽസ് ടു ഇസബൽ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു നെറ്റ്ഫ്ലിക്സിൽ. നല്ല ക്യൂട്ട് സീരീസ് ആയിരുന്നു. സോ കണ്ടിട്ടില്ലെങ്കിൽ അത് കണ്ടു നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ ഐ ലൈക്ക് ഇറ്റ്. നല്ല മൂവിയാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നതൊക്കെയാണ് പരിപാടി. സോ ലെറ്റ്സ് സീ. ഞാൻ ബാക്കി വലുതൊക്കെ ഇരുന്ന് കണ്ടുകൊണ്ടിരിക്കട്ടെ. കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മറക്കും ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ടെന്നുള്ള സത്യം. അപ്പോൾ എന്തായാലും അതുകൊണ്ട് എനിക്ക് എന്തൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും കുറച്ച് കഴിഞ്ഞിട്ട് മറ്റേ പപ്പ ജോൺസിൽ പോകണം. ഇന്ന് പപ്പ ജോൺസിൽ പോകുന്നത് പിസ്സ കഴിക്കാനാണ്. പക്ഷേ എനിക്ക് പിസ്സ കഴിക്കാൻ പാടില്ലല്ലോ, ഞാൻ ചാലഞ്ചിലാണല്ലോ. അപ്പോൾ കഴിക്കേണ്ടത് ഉള്ളതാണ്, ഞാനൊന്നും കഴിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറയും. പക്ഷേ എനിക്കറിയില്ല, കാരണം അവിടുത്തെ പിസ്സ ഈസ് ആക്ച്വലി ഗുഡ്. വേറെ ഒന്നും കൊണ്ട് പറയില്ല, ആക്ച്വലി ഇറ്റ് ഈസ് ഗുഡ്. അപ്പോൾ
എന്തായാലും ഇവിടെ നല്ല അടിപൊളി ചൂടാണ് മാൻ. ഞാൻ നാട്ടിൽ പോകണ കാര്യം ആലോചിച്ചിട്ട് നവംബറിൽ പോകാൻ നോക്കിയപ്പോൾ 3000 4000 ഒക്കെയാണ് 2-way ടിക്കറ്റ് ദിർഹംസ്. ആൻഡ് ഫെബ്രുവരിയിൽ നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല, 1000 സംതിങ് ഒക്കെയാണ്. സ്കൈ സ്കാനറിലാണ് ബൈ ദ വേ നോക്കുന്നത്. പക്ഷേ വാട്ട് ഈസ് ദിസ്? അതുകൊണ്ട് ഞാൻ അടുത്ത വർഷമാണ് നാട്ടിൽ പോകുന്നുണ്ടാവുള്ളൂ. കാരണം നാട്ടിൽ വെറുതെ കൈ വീശി പോയി കഴിഞ്ഞാൽ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് നാട്ടിൽ വെറുതെ പൈസ ഒന്നുമില്ലാണ്ട് വരരുത്. ഓക്കെ, അതുകൊണ്ട് അടുത്ത വർഷം ഞാൻ പോകുന്നുള്ളൂ. പോയാൽ തന്നെ ഞാൻ എനിക്കായിട്ട് കുറേ പണി അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, അതൊക്കെ ചെയ്യണം. അപ്പോൾ എന്തായാലും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. കുറച്ച് കഴിഞ്ഞ് കാണാം. ഓക്കെ, ഞങ്ങളിപ്പോൾ മറ്റേ പാപ്പ ജോൺസിൽ പോവാണ്. എന്തിനാണെന്നൊന്നും ഞാൻ എന്തിനാ അങ്ങനെ വ്ളോഗിൽ ഓക്കോർഡ് ആവണമെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തായാലും ഞാൻ റെഡിയാണ്. സോ ഞങ്ങളിപ്പോൾ പോയിട്ട് അവിടെ ചെറിയൊരു പരിപാടി ഉണ്ട്, ഇവിടെ അടുത്ത് തന്നെയാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിട്ട് വേണം ഫുഡ് കഴിക്കാൻ. കാരണം ഞാൻ തീരുമാനിച്ചല്ലോ ഞാൻ പിസ്സ കഴിക്കില്ലാന്ന്. ബട്ട് ഇൻ കേസ് ഇഫ് ഐ ഗെറ്റ് സംതിങ് ഹെൽത്തി ഐ വിൽ ഹാവ്. അതർവൈസ് വേണ്ട എന്നങ്ങോട്ട് വിചാരിച്ച് വെച്ചേക്കാണ്. കഴിക്കുമില്ല എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ആൻഡ് ഓൾസോ ഭയങ്കര വെയിലാണ്, നല്ല അടിപൊളി വെയിലാണ്. റെക്കോർഡാക്കിയിട്ടില്ല. എത്ര നേരം ഒരു സാധനം ഓർഡർ ചെയ്യാൻ? എനിക്ക് ആദ്യം മറ്റേ വീഡിയോ എടുക്കട്ടെ. ലെറ്റ് മീ എംബാരസ് മൈ സെൽഫ്. ഇവിടെ നിന്ന് വീഡിയോ എടുത്താൽ മതിയോ? ഇങ്ങനെ ക്ലീൻ ആക്കാം. ഇവിടെ എവിടെ നിന്നിട്ടൊന്ന് അവിടെ നിന്ന് വീഡിയോ എടുക്കാം. മൈ ഗോഡ്, ഐ എം സോ എംബാരസ്ഡ് അറ്റ് ദിസ് പോയിന്റ്. I just got my golden ticket and ഞാൻ കാലറി ഡെഫിസിറ്റിലാണ്. പക്ഷേ നല്ല രസമുണ്ടത്. കാരണം നല്ല ടേസ്റ്റ് ഉണ്ട്. ഗാർലിക് സോസ് നല്ലതാണ്. ഒന്ന് ചീറ്റ് ഡേ ആക്കാല്ലേ? തുടങ്ങിയിട്ട് 2 ദിവസമില്ല. എൻ്റെ വർക്കൗട്ട് ടൈമായി. ഇന്നലെ ഞാനൊന്നും ചെയ്തിട്ടില്ല, ഇന്ന് എനിക്ക് ചെയ്യണം. പക്ഷേ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ടു ബി ഓണസ്റ്റ് ഞാൻ മുന്നത്തെ പോലെ എനിക്ക് എന്താ വ്ളോഗ് ചെയ്യേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് എന്താ കാണിക്കേണ്ടതെന്ന് അറിയില്ല. കാരണം ഞാൻ ജാനുവരിയിൽ ഇവിടെ വന്ന സമയത്ത് ഐ വോണ്ടഡ് ടു ഡു ലൈക്ക് എ ലോഡ് ഓഫ് തിങ്സ്. ബിക്കോസ് എല്ലാം എനിക്ക് പുതിയതായിരുന്നു. ഒറ്റയ്ക്ക് നിൽക്കുക പുതിയതല്ലെങ്കിലും വേറൊരു സ്ഥലത്ത് വന്നിട്ട് കാര്യങ്ങൾ ചെയ്യുക വാസ് കൈൻഡ് ഓഫ് ന്യൂ, റൈറ്റ്? പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എന്താ ചെയ്യണ്ടേ, എന്താണ് പോസ്റ്റ് ചെയ്യണ്ടേ, എന്താണ് ചെയ്യേണ്ടത്? ലൈക്ക് യൂഷ്വലി ഞാൻ ഇപ്പോൾ വ്ളോഗ് ചെയ്യുമ്പോൾ എല്ലാതും ഒരു വീക്കെൻഡ്. ബട്ട് ഓഫീസിൽ പോകുന്ന ദിവസം എനിക്ക് ഓഫീസിൽ വ്ളോഗ് ചെയ്യാൻ പറ്റില്ല. സോ ദർ ഈസ് നോ പോയിന്റ് ഇൻ ഡൂയിങ് ദാറ്റ്. പക്ഷേ അതർ ദാൻ ദാറ്റ് ഞാനിപ്പോൾ ഭയങ്കര ഫിലോസഫിക്കൽ മൂഡിലും അല്ല. കാരണം ഒരിടയ്ക്ക് ഞാൻ അങ്ങനത്തെ കുറേ സാധനങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ ആ മൂഡിലും അല്ല. എന്നാലും എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആൻഡ് സംടൈംസ് എനിക്ക് തന്നെ എൻ്റെ വ്ളോഗ് കാണുമ്പോൾ ഭയങ്കര ബോറടിക്കാറുണ്ട്, സത്യം പറയാമല്ലോ. പക്ഷേ എനിക്കറിഞ്ഞൂടെ എന്താ ചെയ്യേണ്ടത് എന്നുള്ളത്. നിർത്താനൊന്നും പറ്റില്ല. പക്ഷേ എന്തായാലും തിങ്കിങ് എ ലോട്ട് അബൌട്ട് ഇറ്റ്. എന്തെങ്കിലും, കാരണം കാണുന്നവർ കണ്ടിന്യൂസ്ലി കാണുന്നവർക്കറിയാം എന്തുകൊണ്ടാണ് കാണുന്നത്, റൈറ്റ്? അപ്പോൾ ആ ഒരു എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ മേ ബി ഐ ക്യാൻ ട്രൈ ഡൂയിങ് ഇറ്റ്. ബിക്കോസ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വി ഓൾ ആർ എവോൾവിങ്. ലൈക്ക് എല്ലാ സമയത്തും ഒരു 4 കൊല്ലം മുന്നേ ഞാൻ ചെയ്തുകൊണ്ടിരുന്ന സംഭവങ്ങളല്ല ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഡെഫിനറ്റ്ലി ദർ ഇസ് എ ചേഞ്ച്. അപ്പോൾ ഐ എം ജസ്റ്റ് തിങ്കിങ് വാട്ട് ടു ഡു ആൻഡ് വാട്ട് നോട്ട് ടു ഡു സോ ദാറ്റ് സംതിങ്. എനിക്ക് ഒരിടയ്ക്ക് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരുന്നപ്പോൾ ഞാൻ ഭയങ്കര ഫിലോസഫിക്കലായിരുന്നു. പക്ഷെ ഇപ്പം എനിക്ക് സംടൈംസ് തിങ്സ് ഹിറ്റ്. പക്ഷെ അതെങ്ങനെ എനിക്ക്, കാരണം എനിക്കറിയില്ല അതെങ്ങനെ പറയണം എന്നുള്ളത്. പക്ഷേ ഇറ്റ്സ് കൈൻഡ് ഓഫ് വെരി കൺഫ്യൂസിങ്. എന്തായാലും ഞാൻ പിന്നെ ഡ്രസ്സ് മാറട്ടെ, ഞാൻ വർക്കൗട്ട് ചെയ്യണം. ഒന്നും ഞാൻ കാണിച്ചു തരാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് ഡംബൽസ് മേടിക്കണം ആണ് ഇപ്പോഴത്തെ എൻ്റെ കറണ്ട് വർക്കൗട്ട് ഫിറ്റ്. പക്ഷേ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ പോയപ്പോഴും ഞാൻ ശ്രദ്ധിച്ചു, ഞാൻ വീഡിയോസിൻ്റെ അകത്ത് തടി കൂടുതലുള്ള പോലെ തോന്നുന്നുണ്ട്. പക്ഷേ അതെൻ്റെ കണ്ണിൻ്റെ പ്രശ്നമൊന്നും എനിക്കറിയില്ല, പക്ഷെ എനിക്ക് അങ്ങനെ തോന്നുന്നുണ്ട്. എസ്പെഷ്യലി ലൈറ്റിൻ്റെ പ്രോബ്ലം ആയിരിക്കാം, വാട്ട് എവർ ഇറ്റ് ഈസ്. പിന്നെ പോയി എന്തായാലും അപ്പോൾ ഞാൻ പോയിട്ട് വരാം. സെഷന് സുഖമാണ്. അപ്പോൾ ഞങ്ങളിനി നടക്കാൻ പോവാണ്. രാത്രി ഒരു 7:30 എങ്ങാനായി ഉണ്ടാവും. പിന്നെ
ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാൽ പ്രോട്ടീൻ കഴിക്കണം അത് ഇതൊക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം ഹൈ പ്രോട്ടീൻ മിൽക്ക് എന്ന് പറഞ്ഞൊരു സാധനം മേടിച്ചു. ഇപ്പോഴാണ് ഞാൻ കണ്ടത് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് 2 ദിവസം കഴിഞ്ഞിട്ട്. 1 ലിറ്റർ മിൽക്ക് ഞാൻ എങ്ങനെയാണ് ഗ്രാനോളിൻ്റെ ഇപ്പോൾ 2 ദിവസം കൊണ്ട് തീർക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. സോ ഐ എം ഡിസൈഡിങ് ടു ബൈ പ്രോട്ടീൻ പൗഡർ. പക്ഷേ ഈ പ്രോട്ടീൻ പൗഡറിന് ഇവിടെ വില കൂടുതലാണ്. ഇവിടുത്തെ പൈസയ്ക്ക് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാൽ എനിക്കത് ലാഭം. പക്ഷേ നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരാൻ പറ്റില്ലല്ലോ. പ്രോട്ടീൻ പൗഡറായിട്ട് മാത്രം നമുക്ക് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുത്താൻ പറ്റില്ല. സോ ടെക്നിക്കലി ദർ ഇസ് എ ഗ്ലിച്ച്. അപ്പോൾ എന്തായാലും അതിനെന്തെങ്കിലും ഒരു വഴി കണ്ടുപിടിക്കാം. ഐ നീഡ് ടു ബൈ എ പ്രോട്ടീൻ പൗഡർ. കാരണം ഞാൻ ഇങ്ങനെ കുറേ കുപ്പികൾ മേടിച്ച് കൂട്ടിയാൽ മൈ എക്സ്പെൻസസ് വിൽ ബി മോർ. ആൻഡ് നൗ ഡേയ്സ് എനിക്ക് മനസ്സിലാവുന്നില്ല, നമ്പേഴ്സ് ആർ ഗോയിങ് ഔട്ട് ഓഫ് ഹാൻഡ്. അപ്പോൾ അതെന്തായാലും ഒന്ന് കൺട്രോൾ ചെയ്യണം. കാരണം എനിക്ക് കഴിഞ്ഞ മാസം വയ്യാണ്ടായതുകൊണ്ട് തന്നെ റാൻഡംലി സ്പെൻഡിങ് വാസ് ടു ഹൈ ദാറ്റ് അത് ഇതൊക്കെ. പക്ഷേ ഇതെനിക്ക് ആരെയും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ലല്ലോ. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഡെഫിനറ്റ്ലി നമ്മൾ ഒറ്റയ്ക്ക് താമസിക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്കൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. വീട്ടിൽ നിന്ന് കഴിഞ്ഞാൽ അച്ഛനും അമ്മയും കുറേയൊക്കെ ചെയ്യും. പക്ഷേ എൻ്റെ കേസിൽ ഞാൻ അത്രത്തോളം ഡിപ്പെൻഡൻ്റ് ആയിരുന്നു എന്ന് ഞാൻ പറയില്ല. ഈവൻ ദോ ഐ വാസ് ഡിപ്പെൻഡൻറ്റ്, ഐ വാസ് അവെയർ ഓഫ് വാട്ട് എവർ വാസ് ഹാപ്പനിങ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ അനിയത്തി ഫോർ എക്സാമ്പിൾ, ലൈക്ക് അവളെ ഒരു 20 years വരെ എപ്പോഴും ബേബി ചെയ്ത് വളർത്തിക്കൊണ്ടിരുന്നത്. സോ നൗ ഇപ്പോൾ അവൾ മാത്രമേ അവിടെ ഉള്ളൂ. അവളാണ് അവിടുത്തെ എൽഡസ്റ്റ് ആയപ്പോഴത്തേക്കും സ്റ്റോറീസ് ജസ്റ്റ് ഗോട്ട് ഫ്ലിപ്ഡ്. ആൻഡ് അവളിപ്പോൾ ലൈക്ക് എന്താ ഇപ്പോൾ സംഭവിക്കണേ എന്നൊരവസ്ഥയിലാണ്. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എന്ത് ഏജാണെങ്കിലും സ്കൂളിലാണെങ്കിലും കോളേജിലാണെങ്കിലും ഐ വുഡ് ഡെഫിനറ്റ്ലി പ്രിഫർ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങി സ്വന്തമായിട്ട് താമസിക്കാൻ പഠിക്കുക, സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പഠിക്കുക. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി സോ ഡിഫിക്കൾട്ട് ഇനീഷ്യലി, പക്ഷേ ഡെഫിനറ്റ്ലി അപ്പോഴാണ് നമ്മൾ കുറേയൊക്കെ ഓർഗനൈസ്ഡ് ആവുള്ളൂ. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഓർഗനൈസേഷനും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു. ഈവൻ ദോ ഞാൻ സ്കൂളിലുള്ളപ്പോൾ ടൈം ടേബിൾ ഉണ്ടാക്കി പഠിച്ചു അതിരുന്നൊക്കെ ഇരുന്നു, പക്ഷേ അതൊക്കെ പേടിച്ചിട്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഞാൻ അത്ര ഓർഗനൈസ്ഡ് ആയിട്ടില്ലെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു എഫക്റ്റ് മീ. ആൻഡ് ആഫ്റ്റർ എ പോയിന്റ് യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ എവറിത്തിങ് ടു എവറി വൺ. പക്ഷേ യു ജസ്റ്റ് ഹാവ് ടു ബി മൈൻഡ്ഫുൾ അബൌട്ട് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഇൻ യുവർ ലൈഫ്. സോ വീട്ടിലിരിക്കാണ്ട് പുറത്തേക്ക് ഇറങ്ങും. യു വിൽ ഫീൽ ലൈക്ക് സിറ്റിംഗ് ഇൻ ദറ്റ് ബെഡ്. പക്ഷേ ഇറങ്ങിപ്പോകണം. കാരണം സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്താലാണ് ആ ഒരു ഇല്ലാത്ത കോൺഫിഡൻസ് എവിടെ നിന്ന് ഉണ്ടാക്കാൻ ചോദിക്കില്ല. ഞാൻ ഭയങ്കര സൂപ്പർ കോൺഫിഡൻ്റ് ആയിട്ടൊന്നല്ല. ഇപ്പോൾ നിങ്ങൾ ഇടയ്ക്ക് കാണുന്ന പോലെ ഞാൻ എനിക്ക് സൗണ്ട് ഔട്ട് ആവും. വല്ലയിടത്തൊക്കെ പോയാൽ ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല. പക്ഷേ ഇറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ്. വി ഹാവ് ടു ഡു റൈറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഗൈസ് ഗുഡ് മോർണിംഗ്. സോ ഇന്ന് രാവിലെ എണീറ്റ് ചപ്പാത്തിയും ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ച എൻ്റെ ദാൽ കറിയും കഴിച്ചു. പക്ഷേ ഐ എം നോട്ട് സാറ്റിസ്ഫൈഡ് വിത്ത് മൈ ദാൽ കറി ഗൈസ്, ബിക്കോസ് സി മൈ ദാൽ കറി ഈസ് സപ്പോസ് ടു ബി റിയലി ഗുഡ്. പക്ഷേ ഇന്നത്തെ എൻ്റെ ദാൽ കറി വാസ് ലൈക്ക് ദാൽ. എനിക്കറിയില്ല, ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കിയത് നന്നായിട്ട് ഉടയാൻ. ബട്ട് ദാറ്റ് സ്റ്റുപ്പിഡ് തിങ് ഡിഡ് നോട്ട് ഓടയൽ. വാട്ട് എവർ. ഈ ബേർഡ്സ് പീസിൻ്റെ ലിപ് ബാം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടോയെന്ന് അറിയില്ല ഏതൊരു വ്ളോഗിൽ. ഞാൻ പണ്ട് എൻ്റെ കോളേജിൻ്റെ എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്ന സമയത്ത് എറണാകുളത്ത് വെച്ചിട്ട് എൻ്റെ കസിൻ അമേരിക്കയിൽ നിന്ന് ഇവിടെ നിന്ന് വന്നപ്പോൾ ഷി ഗേവ് മീ എ ലിപ് ബാം. ദിസ് വൺ, നോട്ട് എക്സാക്ട്ലി ദിസ് വൺ, ബേർഡ്സ് പീസിൻ്റെ വേറെ ലൈക്ക് പ്ലെയിൻ വേരിയൻറ്റ്. അന്ന് തൊട്ട് എനിക്കത് ഭയങ്കര വട്ടായിരുന്നു. ഞാൻ അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് അന്ന് അതൊക്കെ റീക്രിയേറ്റ് ചെയ്തിരുന്നു. എൻ്റെ ചാനലിലുണ്ട് പണ്ട് എങ്ങാണ്ട് ഉണ്ടാക്കിയത് 2019. അപ്പോൾ അതിൻ്റെ ഏതൊരു വേരിയൻ്റാണ് റെഡ് ഡാലിയ. കുറച്ച് കൂടുതൽ എക്സ്പെൻസീവ് ആണ് ആസ് കമ്പയർഡ് ടു ദ നോർമൽ ലിപ് ബാം. പക്ഷേ ടു സാറ്റിസ്ഫൈ ദാറ്റ് ഗേൾ മൈ സെൽഫ് ഐ ഗോട്ട് ഇറ്റ്. അപ്പോൾ അങ്ങനെ എൻ്റെ ഹെയർ ഇത്രയേ ഉള്ളൂ. ഓക്കെ. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് 2 സ്ഥലത്തും ഇങ്ങനെ കെട്ടിയിടുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കും, എന്താണ് എൻ്റെ മുടി ഇത്ര കുറവ്? എനിക്കിന്നും അതേ ചോദ്യമാണ് എന്നോട് തന്നെ ചോദിക്കാനുള്ളത്. പക്ഷെ എന്തായാലും ആൻഡ് ബൈ ദ വേ ഞാൻ ഹുഡ ബ്യൂട്ടീൻ്റെ കമ്മ്യൂണിറ്റീനകത്ത് കയറി. പക്ഷേ PR-ൻ്റെ കാര്യമൊന്നും ഇതുവരെ ഉറപ്പായിട്ടില്ല. ബട്ട് വി ആർ ഓൺ ദ വേ ടു ദാറ്റ്. നിങ്ങൾക്കറിയാമെങ്കിൽ ഞാൻ കുറച്ച് വ്ളോഗ്സ് മുന്നേ ലൈക്ക് ഇവിടെ വന്ന സമയം തുടങ്ങി ഞാൻ പറയണതാണ് I need. ഫൈനലി ഐ ആം ഇൻ ദ കമ്മ്യൂണിറ്റി. ലെറ്റ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. ഇത് കഴിഞ്ഞിട്ട് വല്ലതൊക്കെ കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് പ്ലാനില്ല. ഇന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം. പക്ഷെ എനിക്ക് ഉണ്ടാക്കാൻ ചെറിയൊരു മടിയുണ്ട്. പക്ഷെ എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല. ആൻഡ് സെയിങ് ദാറ്റ് ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു നെക്സ്റ്റ്. ചിക്കൻ ഇരിക്കുന്നുണ്ട്. ചിക്കൻ ഉണ്ടാക്കാൻ ചിക്കൻ ബിരിയാണി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചിക്കൻ സ്ലൈസ്ഡ് സ്മോക്ഡ് ചിക്കൻ ബ്രസ്റ്റൊക്കെ മേടിച്ച് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കണം എന്നാണ് ഒരു പ്ലാൻ. പക്ഷെ എനിക്കറിയില്ല ഹൗ പ്രാക്ടിക്കലി ഇറ്റ്സ് ഗോണ ബി. ആൻഡ് ഇന്നലത്തെ പിസ്സ കുറേ ബാക്കിയിരിക്കുന്നുണ്ട്. 2 മനുഷ്യന്മാരല്ലേ ഉള്ളൂ ഞങ്ങൾ.
അതുപോലെ ഞാൻ എന്തായാലും ഇത്രയൊന്നും കഴിക്കാൻ പോകുന്നില്ല. ആൻഡ് ഓൾസോ ഐ എം ഓൺ എ ഡയറ്റ്. സോ യാ, എൻ്റെ ഫോണിൻ്റെ കവർ മാറ്റാൻ പോവാം. 2 ഓപ്ഷൻസ് ഉണ്ട്, ആക്ച്വലി കുറേ ഓപ്ഷൻസ് ഉണ്ട്. ദിസ് വൺ, ഇത് ഞാൻ ടീമിൽ വാങ്ങിയതാണ്. ദിസ് ഈസ് വാട്ട് ഹാഫ് ഗോഡ് ഇസ് ഹാഫ് ഡെവൽ. കുറച്ച് റിബലാവണം എന്തോ, ജസ്റ്റ് എ ഗേൾ ഇതുണ്ട്. ഇതൊക്കെ ഞാൻ ടീമൊന്നും മേടിച്ചത് കേട്ടോ. ഞാൻ ബൈ ദ വേ മൈക്ക് വെക്കാണ്ട് ഒരു ടെക്നീക്ക് ട്രൈ ചെയ്തിട്ടാണ് ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്യുന്നത്. സോ ലെറ്റ് സീ ഇത് എങ്ങനെയുണ്ടെന്ന്. പഴയ കുറേ പടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ 2013 എന്തോ ഇറങ്ങിയ മൂവിയാണ്. അന്ന് എനിക്ക് 13 വയസ്സ്. ആൻഡ് ഐ കാൺ ബിലീവ് ഇത്രയും കൊല്ലം കഴിഞ്ഞു എന്നുള്ളത്. എനിക്കിപ്പോൾ ബൈ ദ വേ വിശക്കുന്നില്ല. ഞാൻ ചിക്കനൊക്കെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഈ പരിപാടിയൊന്നും ചെയ്യാത്തതാണ്, ബട്ട് ഐ എം ജസ്റ്റ് ട്രൈങ്. പക്ഷെ എനിക്ക് വിശക്കുന്നില്ല. ഹാവിങ് എ ലോട്ട് ഓഫ് കോഫി. നല്ല വിശപ്പുണ്ടായിരുന്നു. കുക്ക് ചെയ്തു, വിശപ്പൊക്കെ പോയി. ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഫൈനലി ഫുഡൊക്കെ കഴിച്ചു. ആൻഡ് ഈ സമയത്ത് ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഭയങ്കര ലേറ്റായിട്ടാണ് ഇരുട്ടാവുന്നത്. ആൻഡ് ഇപ്പോൾ ഒരു 6 മണി ആറായിട്ടുണ്ടാവും. ബൈ ദ ഐ ഹാവ് ഗോട്ട് ദിസ്. പക്ഷെ അറിയില്ല ഇത് എത്രത്തോളം ഇമ്പാക്റ്റ് ആകുമെന്നൊന്നും. ബട്ട് ലെറ്റ് സി. അഗൈൻ ഞാനിതൊന്നും കാണിച്ചു തരാൻ പോകുന്നില്ല. ഞങ്ങളിപ്പോൾ ആസ് യൂഷ്വൽ എന്നല്ല, ഇന്നലെ തുടങ്ങിയ സ്വഭാവമാണ്. പക്ഷേ ഞാനിപ്പോൾ വേറൊരു സെറ്റിങ്ങിൽ ഇട്ടിട്ടാണ് റെക്കോർഡ് ചെയ്യണേ. ആൻഡ് ഇതിന് വോയിസിന് വല്ല വ്യത്യാസം ഉണ്ടോ എന്ന് എന്നോട് പറയണം. ബിക്കോസ് ഞാൻ മൈക്ക് വെച്ചിട്ടില്ല. ആൻഡ് ഇത് ഞാൻ ഇൻസ്റ്റഗ്രാമിൽ എന്തോ കണ്ടൊരു ഹാക്കാണ്. അപ്പോൾ വർക്കൗട്ട് ആവുകയാണെങ്കിൽ എല്ലാ സമയത്തും ഞാൻ മൈക്ക് കണക്ട് ചെയ്ത് നടക്കേണ്ട ആവശ്യമില്ല. ഇന്ന് ഞാൻ ഡമ്പലൊക്കെ എടുത്ത് ഭയങ്കര മേജർ വർക്കൗട്ടൊക്കെ കഴിഞ്ഞ് കൈയും കാലും കുഴഞ്ഞിട്ട് വയ്യ. മിക്കവാറും എനിക്ക് നാളെ എൻ്റെ പീരീഡ് വരണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം കഴിഞ്ഞ 2 മാസമായിട്ട് അത് എവിടെയോ പോയി കിടക്കുകയാണ്. സ്റ്റിറോയിഡ്സിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആവാനാണ് ഹയർ ചാൻസ്. സോ ഞങ്ങളപ്പോൾ എന്തായാലും തിരിച്ചെത്തി. ഞാൻ കുളിച്ചു, എൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ മന്ത് എൻഡ് പ്രശ്നങ്ങൾ ആൻഡ് എൻ്റെ അക്കൗണ്ട് സ്റ്റിൽ ബ്ലോക്ക്ഡ്. ഐ ഡോണ്ട് നോ വാട്ട് ടു ഡു. ലൈക്ക് adulting is sometimes so crazy. I don't know what to do right now. പക്ഷേ hope everything will be fine. അപ്പോൾ എന്തായാലും I'm just winding up this vlog. Thanks for watching. And അടുത്ത ആഴ്ച ഞാൻ നോക്കട്ടെ വീക്ക് ഡേയിൽ വ്ളോഗ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ബട്ട് ഡു ലെറ്റ് മീ നോ യുവർ സജഷൻസ് ആൻഡ് എവറിത്തിങ്. ആൻഡ് ഡെഫിനറ്റ്ലി വോണ്ട് ടു നോ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നൊക്കെ. സോ യാ, താങ്ക്സ് ഫോർ വാച്ചിങ്. ടേക്ക് കെയർ. സോ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ വീണ്ടും കാണാം. ബൈ.